പരിശുദ്ധ മുഹറം മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് കാണുമെന്നുള്ളതാണ്. ഇന്നത്തെ ഈ ദിവസം വെറും 11 തവണ അത്ഭുതം നിറഞ്ഞ ഈ ചെറിയ സ്വലാത്ത് നിങ്ങളൊന്ന് ചൊല്ലിയാൽ എത്ര മാരക രോഗത്തിനും അള്ളാഹു നിങ്ങൾക്ക് ശമനം തരും. അത്ര അത്ഭുതം നിറഞ്ഞൊരു സ്വലാത്ത് നമുക്ക് പഠിക്കാം. രോഗത്തിന് ശമനം ലഭിക്കുന്നു മാത്രമല്ല, ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹു കാവല് തരും, സമാധാനം തരും, മുത്തുനബിയെ കാണാൻ പറ്റും. ഇതിലപ്പുറം നമുക്ക് എന്താണ് വേണ്ടത്? ഒരുപാട് രോഗികൾ നമുക്കിടയിലില്ലേ, ക്യാൻസർ കൊണ്ട്, ട്യൂമർ കൊണ്ട്, മറ്റു പല രോഗങ്ങൾ കൊണ്ട്, കിഡ്നി സംബന്ധമായ പ്രയാസങ്ങൾ കൊണ്ട്, എന്തും ആയിക്കോട്ടെ, മരുന്ന് കഴിക്കുന്നതോടൊപ്പം ഈ സ്വലാത്തൊന്ന് ചൊല്ലി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് നമ്മളിങ്ങനെ ചൊല്ലുമ്പോൾ, അതും ഈ അത്ഭുത സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുമ്പോൾ അള്ളാഹു എത്രമേൽ നമ്മെ ഇഷ്ടപ്പെടും. ആ ഇഷ്ടത്തിൻ്റെ ബാക്കി പത്രം എന്നോണം അള്ളാഹു നമുക്ക് ശിഫയാക്കി തരൂലേ? അവൻ കാരുണ്യവാനല്ലേ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പിയല്ലേ എല്ലാവരും? ഹാപ്പി ആയിരിക്കണം. എന്തിനാ ടെൻഷനൊക്കെ? നമ്മുടെ കയ്യിൽ സ്വലാത്തില്ലേ? സ്വലാത്തുണ്ടെങ്കിൽ പിന്നെന്ത് ടെൻഷനാ? എല്ലാ ടെൻഷനുകളും നീക്കുന്ന സംഗതിയാണ് സ്വലാത്ത് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എന്തിനാ ടെൻഷൻ? അശ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരു അത്ഭുത സ്വലാത്ത് ഞാൻ നിങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരാം. കാരണം നമ്മുടെ കൂട്ടത്തിൽ അസുഖബാധിതരായ ധാരാളം ആളുകളുണ്ട് അല്ലേ? ക്യാൻസർ, ട്യൂമർ, ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവരുണ്ട്, ലങ്സിന് പ്രശ്നം, കിഡ്നിക്ക് പ്രശ്നം, പാൻക്രിയാസിന് പ്രശ്നം, ശരീരത്തിന് പലയിടത്തിൽ വേദനയുണ്ട്, അതുപോലെ ആമവാദം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ശ്വാസം മുട്ടുകൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, മൈഗ്രെയിൻ കൊണ്ട്, സൈനസൈറ്റിസ് കൊണ്ട്, ചെവി വേദന കൊണ്ട്, തലവേദന കൊണ്ടല്ലാ നമുക്ക് നിരന്തരം ഇങ്ങനെ രോഗങ്ങൾ. എന്ത് രോഗവും അല്ലാഹു റബ്ബുൽ ആലമീൻ ശിഫയാക്കി തരുന്ന ഒരത്ഭുത സ്വലാത്തുണ്ട്. ആ സ്വലാത്ത് നമുക്കൊന്ന് പഠിക്കണം വേണ്ടേ? അതിനുമുമ്പ് ഇത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത ഇത് രോഗം മാറ്റും എന്ന് മാത്രമല്ല, ദാരിദ്ര്യം നീങ്ങും, പാപങ്ങൾ പൊറുക്കും, എല്ലാത്തിലുപരി ഹബീബായ തങ്ങളെ കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ കൊതിയില്ലേ മുത്തുനബിയെ? ഇല്ലേ? മൻ റഅ വജ്ഹക യസ്അദ് യാ കരീമൽ വാലിദൈനി حوضك الصافي المبرد يا رسول الله بردنا يوم النشور يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم യാ ഹബീബല്ലാഹ്. ഹബീബായ തങ്ങളെ കാണാനുള്ള ഭാഗ്യവും ഈ സ്വലാത്ത് കൊണ്ട് കിട്ടും. പ്രത്യേകിച്ചത് മുഹറം മാസത്തിലെ വെള്ളിയാഴ്ച, പരിശുദ്ധ മുഹറമിലെ അവസാനത്തെ വെള്ളിയാഴ്ച. അപ്പോൾ മുത്തുനബി നമ്മളിങ്ങനെ കാണുന്ന നിമിഷം നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. സ്വഭാവലേറിലേക്ക് മുത്തുനബി ഇങ്ങനെ നോക്കുകയാണ്. ആരൊക്കെയാണ് സ്വലാത്ത് ചെല്ലണത്? ആ സ്വലാത്ത് റസൂലുള്ളാഹി ഇങ്ങനെ കാണുമ്പോൾ ഒരു വല്ലാത്ത വൈകാരിക നിമിഷമല്ലേ? അല്ലേ? അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ മുത്തുനബി പഠിപ്പിക്കുന്നുണ്ട്, സ്വലാത്ത് ചൊല്ലിയാൽ ദാരിദ്ര്യത്തിൽ നിന്ന് കാവലാണ്. ഏറ്റവും വലിയ ദാരിദ്ര്യം എന്താ മക്കളെ? മനസ്സിൻ്റെ ദാരിദ്ര്യമാണ് അല്ലേ? എന്തോരം സമ്പത്തുണ്ടായാലും ടെൻഷനാണെങ്കിൽ ആ ജീവിതത്തിൽ വല്ല രസമുണ്ട് നിങ്ങൾ പറയും അല്ലേ? എത്ര മനുഷ്യന്മാരെ നമ്മളോട് വരക്കാൻ പറയണത്? കോടീശ്വരന്മാരായ ആളുകളുണ്ട്, ഉസ്താദേ ഒരു സമാധാനമില്ല, ഉറക്കം കിട്ടണില്ല എന്നാണ്. ഇവൻ സമ്പന്നനാന്ന് പറയാൻ പറ്റുമോ? സമ്പന്നനാന്ന് പറയാൻ പറ്റില്ലെന്നേ. എന്നാൽ മുത്തുനബിയോട് അതിരറ്റ മഹബത്ത് ഉണ്ടായി നോക്കട്ടെ, നിൻ്റെ കൽബിൽ തൃപ്തി കിട്ടും, നിൻ്റെ കൽബിൽ സമ്പത്ത് കിട്ടും.
ഏറ്റവും വലിയ സമ്പത്ത് എന്താ? മാനസികമായ സന്തോഷമാണ്. പിന്നെ ദാരിദ്ര്യത്തിൽ നിന്നുള്ള കാവല് തരും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ സ്വലാത്തിനൊക്കെ ഫലം കിട്ടാനായിട്ട് വെറുതെ ഇങ്ങനെ വായ കൊണ്ട് ചൊല്ലല്ല, ഒരു പ്രണയം നിറഞ്ഞ മനസ്സോടെ കൽബ് കൊണ്ട് മുത്തുനബിയെ പ്രണയിച്ചുകൊണ്ട് കൽബ് പൊട്ടി ചുണ്ട് വിതുമ്പി അല്ലാഹ് മനസ്സറിഞ്ഞ് ചൊല്ലിയ ദാരിദ്ര്യം നീങ്ങും ഇല്ലേ. ഔഖഫ്തുൽ ഉമറ അലൈഹി بمديح بين يديه فوضت الأمر إليه فاختر لي رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم فشعرنا به يسمعنا لم يكد الكون يسعنا رباه به فاجمعنا على حوض رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. അല്ലാഹ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയത്തിൽ നമ്മൾ ചൊല്ലിയാൽ ദാരിദ്ര്യം മാറും. മുത്തുനബി തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, ഒരാളൊരു സദസ്സിലിരുന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത്, അതായത് ഒരു 3 സ്വലാത്ത് ചൊല്ലിപ്പിരിഞ്ഞാൽ അവൻ ഇരുന്നിട്ട് എഴുന്നേൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ആൾ ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കിടക്കുന്ന ആൾ ഇരിക്കുകയാണെങ്കിൽ അല്ലേ, അങ്ങനെ നിങ്ങൾ ആ ഇരുത്തത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ചെറിയ പാപങ്ങളൊക്കെ അല്ലാഹ് വെറുത്തിരുന്നേ. മനസ്സിലായി? ഇപ്പം നമ്മൾ ഈ സ്വഭാവുൽ ഖൈറിലിരുന്ന് തന്നെ എത്ര സ്വലാത്ത് ചെല്ലുന്നുണ്ട് ഇല്ലേ. അഷ്റഫുൽ ഖൽഖായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ജീവൻ്റെ തുടിപ്പായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ സർവസ്വവുമാണ് എൻ്റെ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 സ്വലാത്തായി. ഇവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഹദ്ദാദ് ഓതുന്നില്ലേ മക്കളെ? ഹദ്ദാദിൻ്റെ ഇടയിലുണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലേ. എന്തിനത്? ആ ഹദ്ദാദ് എഴുന്നേൽക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കണം. ഇപ്പോൾ ഫത്ഹുൽ മുഈനിൽ കാണാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. ഫത്ഹുൽ മുഈൻ എന്ന് പറഞ്ഞാൽ ഷാഫിഈ മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥങ്ങളിലൊന്നാണ് അല്ലേ. അതിൽ പറയുന്നുണ്ട് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അതിൻ്റെ തുടക്കത്തിൽ, നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദ്വാരക്കണം, എനിക്ക് റിയാ വരാതിരിക്കാൻ എന്നാണ്. ലോകമാന്യം, ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ വലിയ ആളാണെന്ന് തോന്നാതിരിക്കാൻ നിങ്ങൾ വരക്കണമെന്ന് ആരോ പറയണത്? അള്ളാൻ്റെ ഔലിയാക്കളിൽ മഹാനായ സയ്യിദി സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ നമ്മുടെ ഈമാൻ എവിടെ മക്കളും ചിന്തിച്ചു നോക്കെ. അതിൽ പറയുന്നുണ്ട് നിങ്ങളെനിക്ക് വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ട് സ്വലാത്തൻ വസലാമൻ, എൻ്റെ പാപങ്ങളൊക്കെ പുറത്ത് കിട്ടാൻ അല്ലേ, എനിക്ക് രക്ഷ കിട്ടാൻ സ്വലാത്തും സലാമുണ്ട് എന്നാണ്. ആ ബോധ്യത്തിലാണ് അവിടെ നിന്നൊക്കെ അവർ ഈ കിതാബുകളൊക്കെ രചിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ചൊല്ലിയാൽ അള്ളാൻ്റെ കാരുണ്യം നമുക്ക് കിട്ടും. നമ്മളിലേക്ക് പടച്ചോ നോക്കും ഇല്ലേ. ഡെയിലി 11 ഏറ്റവും ചുരുങ്ങിയത്, ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഡെയിലി ഒരു 11 നമുക്ക് ചൊല്ലിക്കൂടെ? അങ്ങനെ ചൊല്ലിയുള്ള ഗുണം എന്താണെന്നറിയാം? മുത്തുനബി അള്ളാഹ് കാണിച്ചു തരും. മുത്തുനബി അള്ളാഹ് കാണിച്ചു തരും അല്ലേ. അതൊരു വല്ലാത്ത മഹാഭാഗ്യല്ലേ. يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا ممجد يا إمام القبلتين يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. മുത്തുനബിയെ കാണണം, ആരംഭ പൂവിനെ കാണണം. മുത്തുനബിയെ കണ്ടാൽ അവർ രക്ഷപ്പെട്ടില്ലേ? മുത്തുനബിയെ കണ്ടാൽ ആ മനുഷ്യൻ വിജയിച്ചില്ലേ? മൻ റആ വജ്ഹക യസ്അദ്. ഓ, മുത്തുനബിയുടെ മുഖം കണ്ടവൻ ജയിച്ചു എന്നാണ്. അപ്പോൾ ഉസ്താദ് അബൂജഹൽ കണ്ടില്ലേ? ഇല്ല, അബൂജഹൽ കണ്ടില്ല. അബൂജഹൽ അബ്ദുള്ളയുടെ മോൻ മുഹമ്മദിനെയാണ് കണ്ടത്, റസൂലുള്ളാഹിനെ കണ്ടില്ല. അത് നമ്മുടെ ഇവിടുത്തെ ചില പുത്തനവാദികളൊക്കെ കാണുന്നത്, അത് സാധാരണ അറബി പയ്യൻ കാണലല്ല. ആ നൂറ് അള്ളാഹുവിൻ്റെ രഹസ്യമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നീട്ടിക്കൊണ്ടുപോകുന്നില്ല, ഒരു അത്ഭുത സ്വലാത്തെന്ന് പഠിപ്പിച്ചു തരാം. നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഒരുപാട് രോഗികളുണ്ട് അല്ലേ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ രക്ഷ കിട്ടാൻ പറ്റിയ ഒരു സ്വലാത്ത്. അപ്പോൾ നമ്മൾ രോഗിയാണെങ്കിൽ നമ്മൾ ഡെയിലി ചൊല്ലാം. ഇനി നമുക്ക് രോഗം വരാതിരിക്കാനും ഡെയിലി ചൊല്ലാം. നമ്മൾ രോഗികൾ കുടുംബത്തിലുണ്ടെങ്കിൽ അവർക്ക് ഓതാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഓതിയിട്ട് മന്ത്രിച്ചു കൊടുക്കാം.
اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء. എന്താണ് സ്വലാത്ത്? اللهم صل على سيدنا محمد وعلى آل سيدنا محمد بعدد كل داء ودواء. ഈ സ്വലാത്ത് ദിവസം ഒരു 11 തവണ ചൊല്ലണേ. ഇന്ന് മുഹറം മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയല്ലേ, ഇന്നങ്ങ് തുടങ്ങിക്കോ. ഇന്ന് മഗ്‌രിബിന് മുൻപ് നല്ല നീയത്തിൽ എൻ്റെ റസൂലുള്ള കാണണം, എൻ്റെ രോഗം മാറണം, എല്ലാത്തിലും ഉപരി എൻ്റെ റസൂലുള്ളാഹിനോടുള്ള പ്രണയം എൻ്റെ ഖൽബിൽ നിറഞ്ഞു നിൽക്കണം. ആ കൊതിയോടെ ചൊല്ലിക്കോ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ ബിഅദദി കുല്ലി ദാഇൻ വദവാ. അള്ളാഹു നമുക്ക് സൗഖ്യം നൽകട്ടെ. പിന്നെ ഇന്ന് മുഹറം മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇസ്തിഗ്ഫാർ ധാരാളം അള്ളാഹിനോട് അസ്തഗ്ഫിറുല്ലാ മനസ്സറിന് പൊട്ടിക്കറിഞ്ഞ് തൗബ ചെയ്യാം. അക്കൂട്ടത്തിൽ വെള്ളിയാഴ്ച ദിവസമാണ്, മുഹറം മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. റിലീഫ് പദ്ധതി മറക്കരുത്. ഒരു പാവപ്പെട്ട ഉസ്താദിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ, കഴിയുന്നവരൊക്കെ സഹായം ചെയ്യണം കേട്ടോ. ഏറ്റവും ചുരുങ്ങിയതൊരു 313 രൂപയെങ്കിലും ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ഈ റിലീഫ് പദ്ധതി 2 നമ്പറുണ്ട്, ഒരു QR കോഡുണ്ട്. കഴിയുന്നവരൊക്കെ ഒന്ന് ഹദിയ ചെയ്യുന്നത് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹ് ഏറ്റെടുക്കൂലേ. അള്ളാഹു നമുക്ക് രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ചു, ലബീദ് ബിൻ അൽ-അഅ്സം ഇല്ലേ, റസൂലുള്ളാഹിക്ക് സിഹർ ചെയ്തവൻ, അവൻ ഏത് മതക്കാരനാണ്? എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ജൂതമതമാണ്, യഹൂദ മതമാണ് അല്ലേ. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം, മദീനയുടെ പഴയ പേര് എന്താണ്? മദീനയുടെ പഴയ പേരെന്താണ്? റസൂലുള്ളാഹി വന്നതിന് ശേഷമാണ് മദീന ആയത് അല്ലേ, അതിന് മുമ്പുള്ള പേരെന്താണ്? അപ്പോൾ അർഹരിലേക്ക് അള്ളാഹ് 1000 രൂപ എത്തിക്കട്ടെ. എല്ലാ പ്രയാസങ്ങളെല്ലാം നീക്കി തരട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് പതിവായി ചൊല്ലുന്ന ദിക്റിന് മുമ്പ് 2 വരി മുത്തുനബിയുടെ മദ്ഹ് നമുക്ക് ചൊല്ലാം ഇല്ലേ. അഹ്മദുല്ലാഹൽ വലി സലാ അലാ ഖൈരിൻ നബി ബിസ്മി ഖൈരിൻ മുൻജലിയാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് توبة طالبت منك يا شفيع المذنبين ثوبي طاهر عن سواك يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദദ് കൊണ്ട് അല്ലാഹു നമുക്ക് കാവൽ നൽകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഇതിൻ്റെ മിസ്ല് സവാബ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തം തരണേ അല്ലാ. പാവങ്ങളാണ്, പാപികളാണ് റബ്ബേ. മുത്തായ തങ്ങളുടെ തിരുനോട്ടമല്ലാതെ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല അല്ലാ. മുത്തിൻ്റെ കൈ പിടിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. പടച്ചോനെ, കയ്യിലില്ലാതിരുന്നിട്ട് പോലും ഈ റിലീഫ് പദ്ധതിയിലേക്ക് 313 രൂപ മുതൽ 1000 രൂപ 2000 രൂപ കയ്യിലുള്ളതൊക്കെ ഹദിയ ചെയ്ത കുറേ മനുഷ്യന്മാരുണ്ട്. യാ റബ്ബി, ഒരു പ്രയാസം അനുഭവിക്കണം ഉസ്താദിനെ സഹായിക്കാൻ.
പ്രയാസം അനുഭവിക്കണം മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് മുത്തുനബിയുടെ പേരിൽ ഹദിയ ചെയ്തവരാണ്. പടച്ചോൻ അവരുടെ കണ്ണുനീർ തുടയ്ക്കണേ അല്ല, അവരുടെ വേദനകൾ എന്താണെങ്കിലും നീക്കണേ അല്ല. യാ റബ്ബന ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കണേ അല്ല, ഞങ്ങൾക്കിടയിൽ നീ ഐക്യം നൽകണേ അല്ല, കുടുംബത്തിലെ സന്തോഷം തരണേ അല്ല, മക്കളെ നന്നാക്കണേ അല്ല, ഹറാമുകളിൽ നിന്ന് കാവലേകണേ അല്ല. എത്രയെത്ര അസുഖബാധിതരാണ് ഞങ്ങളിലുള്ളത്, പരിപൂർണ്ണ ശിഫ നൽകണേ അല്ല, മാരക രോഗങ്ങളിൽ നിന്ന് കാവലേകണേ അല്ല. യാ റബ്ബന ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബറിടം വെളിച്ചമാക്കണേ അല്ല. ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളാരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ല, ഈമാന് സലാമത്താക്കണേ അല്ല. സ്വബാഹുൽ ഖൈർ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.